ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിൽ ഒരു പുതിയ വേൾഡ് തുടങ്ങിയേക്കാണ്. അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റ് എങ്ങനെ കളിക്കാമെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. പക്ഷേ മൈൻക്രാഫ്റ്റിൽ ആദ്യം നമ്മളൊരു സ്ഥലത്ത് സ്പോണാവും. അവിടെ നമ്മൾ ചുറ്റിനും നോക്കിയിട്ട് ഓ ഗായ്സ്, നമ്മൾ വില്ലേജ് കണ്ടു. ഇതാണ് ഗൈസ് വില്ലേജ്. അവിടെ കുറേ വില്ലേജേഴ്സ് താമസിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് ഓരോന്നൊക്കെ കൊടുത്തും വാങ്ങിയൊക്കെ നിൽക്കാം. ഫസ്റ്റ് നമ്മളൊരു മരം വെട്ടണം. ഇതല്ല, ഇത് വേണം. ഈ മരം വേണ്ട, ഒരു ടാസ്ക്കാണ്. അപ്പോൾ നമുക്ക് അടുത്ത മരം വെട്ടാനായിട്ട് പോവാം. ഇവിടെ ഒരു മരം വീണ് കിടക്കുന്നുണ്ട് ഗൈസ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വെട്ടിയെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ മരവും വെട്ടിയെടുത്തേക്കാണ്. ഇനി നമുക്ക് ബാമ്പല്ലേ ഗൈസ്, ഇത് നമുക്ക് ആവശ്യം വരും. നമുക്കിത് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾന്നിട്ടേക്കുക. ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം കിട്ടുന്നതാണ്. ഫസ്റ്റ് നമ്മൾ പ്ലൈവുഡ് ആക്കണം. എന്നിട്ട് നമ്മളൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ നിർമ്മിക്കണം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ഇത് മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷനാണ്. 1.21 ആണ് ഞാൻ കളിക്കണത്. ഇത് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത് ഒരു പിക്കാക്സാണ്. അല്ലെങ്കിൽ കല്ലൊന്നും പൊട്ടില്ല ഗൈസ്. ഇത് നമ്മൾ ആദ്യം കുറച്ച് സ്റ്റിക്കും കുറച്ച് പ്ലൈവുഡും ഉണ്ടാക്കിയെടുത്തിട്ട് ഫസ്റ്റ് ഒരു പിക്കാക്സ് തന്നെ ഉണ്ടാക്കിയെടുക്കണം. നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കിയെടുക്കാം. അത് നമ്മളൊരു പിക്കാക്സ് ഇങ്ങനെ ഉണ്ടാക്കുക. റെസിപ്പിയാണ് ഞാൻ ഇപ്പോൾ ചെയ്തത്. ഇനി നമ്മൾ കല്ല് വെട്ടണം. എവിടെയെങ്കിലും കല്ല് തപ്പി പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏതെങ്കിലും സൈഡിൽ പോയാലും കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ഈ മണ്ണിൻ്റെ അടിയിൽ കുറച്ചങ്ങോട്ട് കുഴിച്ചിട്ടുണ്ടെങ്കിൽ കല്ലാവും. ഈ മണ്ണ് ഒരു 4 ബ്ലോക്കൊക്കെ അടിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കല്ലാവും. നമ്മൾ ഈ കല്ല് ഇങ്ങനെ മൈൻ ചെയ്തെടുക്കാം. ആവശ്യത്തിന് മൈൻ ചെയ്തെടുക്കാം. ഞാൻ ഫുള്ളൊന്നും മൈൻ ചെയ്യണില്ല, ആകെ കുറച്ച് മൈൻ ചെയ്യണുള്ളൂ. എന്നിട്ട് നമ്മൾ 20 കല്ല് മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പിക്കാക്സ് വേണ്ട. ഈ പിക്കാക്സ് മരത്തിൻ്റെ സ്നൂബുകളുടെ പിക്കാക്സ് പോട്ടെ. അത്ര പ്രോ പ്ലെയർ അല്ല, എന്നാലും അത് പോട്ടെ. നമുക്ക് കല്ലിൻ്റെ പിക്കാക്സും ആക്സും സോഡും ഷവലൊക്കെ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് പിക്കാക്സ് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ആക്സ് ഉണ്ടാക്കിയെടുക്കാം. ഒരു സോഡ് ഉണ്ടാക്കാം. സോഡ്. പിന്നെ നമുക്കൊരു ആക്സ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ ഷവൽ ഉണ്ടാക്കണം. ഷവൽ ഉണ്ടാക്കാനായിട്ട് സ്റ്റിക്ക് കഴിഞ്ഞു. നമുക്കൊരു സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കാം ആദ്യം. അങ്ങനെ നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷവൽ ഉണ്ടാക്കാൻ പോണ്. ഷവൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ നല്ല പെട്ടെന്ന് കിട്ടാൻ പാകത്തിനാക്കി വെക്കണം. ഞാൻ വെച്ചിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 10 ലൈക്കാണ്. പലരും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നതാണ്. നമ്മളവിടെ വില്ലേജ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് പോണതിന് മുന്നേ രാത്രിയാവും ഗൈസ്. രാത്രിയാകുമ്പോൾ നമുക്ക് ഉറങ്ങണം. നല്ല രാവിലെ ആവും, അല്ലെങ്കിൽ സോംബീസൊക്കെ പോണാവും. അതെല്ലാം ശ്രദ്ധിക്കണം. അതിനായിട്ട് നമ്മൾ മൈൻക്രാഫ്റ്റിൽ ആടിനെ കണ്ടെത്തണം. അങ്ങനെ ഷീപ്പ് ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് സ്പോണാവും. അതിന് നമുക്ക് തല്ലി കൊല്ലണം. വാളുകൊണ്ട് തല്ലി കൊല്ലണം. കൈ കൊണ്ട് തല്ലി കൊല്ലാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കി നിന്നാൽ മതി. ഓരോരോ എനിമലും ഇങ്ങനെ വരും. നോക്കി നിൽക്കുമ്പോൾ തന്നെ വരും. ഇവിടെ എവിടെയെങ്കിലും ഷീപ്പ്. ഇത് പിഗാണ്. അതിനെ കണ്ടോ, കൗ വന്നത് കണ്ടോ. എന്തായാലും നമുക്കൊരു ഷീപ്പ് വരാനായിട്ട് കാത്തിക്കാം. അതേപോലെ ഷീപ്പിനെ കിട്ടിയേക്കാണ്. നമുക്ക് ഇതിനെ കൊല്ലാം. ഇതേപോലെ തന്നെ 3 ഷീപ്പിനെ കൊന്നാലാണ് കിട്ടുക. ഈ വൂള വെച്ചിട്ടാണ് നമ്മൾ ബെഡ് ഉണ്ടാക്കുക. ഇതൊക്കെ കണ്ടോ വീസ്, കണ്ടോ. ഇതേപോലത്തെ 3 എണ്ണം നമുക്ക് കിട്ടണം. ചിലപ്പോൾ നമുക്ക് ഒരേ കളറുള്ള ആടിനെ കിട്ടിയെന്ന് വരില്ല, വെള്ളം തന്നെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 പൂ പൊട്ടിക്കാം. എന്നിട്ട് ആ വൂളിനെ കളറടിക്കാൻ പറ്റും, ഡൈ ആക്കിയിട്ട്. അങ്ങനെ നമ്മൾ 2 ആടിനെ കൊന്നേക്കാണ്.
ഇനി ഒരു ആടിനെ കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെഡ് തയ്യാറാക്കാം. അതാ കിട്ടിയേക്കാണ്. നമുക്ക് ഇനി വൂളെടുക്കാൻ വേണ്ടി നമ്മൾ കൊല്ലുമ്പോൾ ചാടിയിട്ടൊന്ന് അടിച്ചാൽ മതി, പെട്ടെന്ന് ഒരു ഒറ്റ അടിക്ക് ചാവും. അല്ലാതെ നമ്മളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കണ്ടു, നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇട്ടിട്ട് പ്ലൈവുഡ് ഉണ്ടാക്കണം. പ്ലൈവുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പ്ലൈവുഡല്ല കേസ് വുഡൻ പ്ലാങ്ക്സ് എന്നിട്ട് നമ്മൾ ബെഡ് അങ്ങനെ ഉണ്ടാക്കിയെടുത്തേക്കാണ്. നമ്മൾ ഈ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ പൊട്ടിച്ചെടുക്കാം. പിന്നെ നേരെ വില്ലേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ലാഗൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല, ക്ഷമിക്കുക കേസ്. അപ്പോൾ ഇതാണ് അയൺ ഗോലം. അത് വില്ലേജിൻ്റെ നേതാവാണ്. നേതാവല്ല, ഇവിടെ സംരക്ഷിക്കുന്ന ആൾ. ഒരു രാത്രി എന്ത് വന്നാലും അത് തല്ലിക്കൊല്ലും. അപ്പോൾ ഇതിനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ 3 ബ്ലോക്ക് മേലേക്ക് പോയിട്ട് അടിച്ചിട്ട് 3 ബ്ലോക്ക് മേലേക്ക് പോവുക. അപ്പോൾ ഇത് അടുത്ത് വന്ന് നിൽക്കും. അപ്പോൾ അതിന് കൊല്ലാൻ പറ്റുമോ? അല്ലാതെ അടിച്ചിട്ടുണ്ടെങ്കിൽ പനി പാളും കേസ്. അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇവിടുത്തെ ഈ ഹേബേലൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം. നമുക്ക് എല്ലാവും പെട്ടെന്ന് തന്നെ വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാവും വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേറെ കാര്യം പറഞ്ഞുതരാം. ഇത് വില്ലേജറാണ്. ഇതിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ട്രേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഞെക്കിണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങാനും കൊടുക്കാനും ഒക്കെ പറ്റും. ഇവർ തരിക എന്ന് പറയുന്നത് എമറാൾഡാണ്. നമുക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, ആ സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എമറാൾഡായിട്ട് തിരിച്ചു തരും. ആ എമറാൾഡ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഏതെങ്കിലും സാധനങ്ങൾ തിരിച്ചു തരും. ഓരോ വില്ലേജറിനും ഓരോരോ പണികളുണ്ട്. ചിലർ കൃഷിക്കാരാവും, ചിലർ എന്തെങ്കിലും കല്ലുപണി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കിയെടുക്കുക. ബ്രെഡ് ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക. ഹേബേൽ വെച്ചിട്ട് വീറ്റാക്കിയിട്ട് ഇതേപോലെ 3 എണ്ണം വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് കിട്ടും. നമ്മൾ കുറേ ബ്രെഡ് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് കുറച്ച് നാളത്തേക്ക് ഫുഡ് വേണ്ട, നമുക്ക് ഉണക്ക ബ്രെഡ് കഴിച്ചിരിക്കാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ രാത്രിയായി. ഇനി നമ്മളെ വില്ലേജ് കിട്ടിയ ആൾക്കാർക്ക്, ഫസ്റ്റ് തന്നെ കിട്ടിയ ആൾക്കാർക്ക് ഇതാ വില്ലേജിൽ തന്നെ ബെഡുണ്ട്. അവരുടെ ബെഡിലാണ്ട് കിടന്നുറങ്ങാം. പിന്നെ അല്ലെങ്കിൽ നമ്മളിവിടെ ബെഡ് ഇട്ടിട്ട് വില്ലേജൊന്നും കണ്ടില്ലെങ്കിൽ അതേപോലെ ബെഡ് ഉണ്ടാക്കിയിട്ട് അതിൽ കിടന്നുകൊണ്ട് ഉറങ്ങും. അല്ലെങ്കിൽ രാത്രിയാണ് ഈ സോംബീസൊക്കെ സ്പോണാവും, അവർക്ക് വെയിലത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ രാവിലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബെഡ് പൊട്ടിച്ച് കളയാം. ബെഡ് പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബെഡ് പൊട്ടിച്ചാൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് രാത്രി ഇടാമല്ലോ. പൊട്ടിക്കാതിരിക്കാൻ നല്ലത്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ സ്പോണാവും, നമ്മുടെ സ്പോണിൽ സ്പോണാവില്ല. അപ്പോൾ നമ്മളിനി ഇവർക്കൊരു പണിയുണ്ട് ഗൈസ്. വില്ലേജേഴ്സ് നമ്മൾ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഒരു ജാഥ വിളിക്കും, ഒരു കൂടിക്കാഴ്ച എന്നറിയില്ല. നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ പൊട്ടിച്ചിട്ട് ഇയാൾക്ക് വിൽക്കാം. ഇയാൾ എന്താണാവോ കൊടുക്കുക, എന്താ വാങ്ങാൻ അറിയില്ല. ഉരുളക്കിഴങ്ങ് വീറ്റാണ് കൊടുക്കേണ്ടത് ഗൈസ്, നെല്ല്, ഗോതമ്പ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതാണ് വീറ്റാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ ഇയാൾക്ക് തന്നെ കൊടുക്കാം, തിരിച്ചു കൊടുക്കാം. അതെടുത്തിട്ട് അവിടെ നട്ടോളും. അപ്പോൾ ഗൈസ്, ഇങ്ങനത്തെ വില്ലേജേഴ്സിനൊന്നും ജോലിയില്ല. ഇങ്ങനത്തെ വില്ലേജേഴ്സിന് മാത്രമേ ജോലി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് പറയാൻ ഇങ്ങനത്തെ വീടുണ്ടല്ലോ, ഓരോ വീടുകളിൽ ചെസ്റ്റ് ഉണ്ടാവും. ചെസ്റ്റ് ഉണ്ടോ? ഇങ്ങനത്തെ വില്ലേജിൽ ചെസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറേ തരം വീടുകളുണ്ട്. ഇവിടെ ഇങ്ങനത്തെ വീടുള്ളൂ. അപ്പോൾ അതിൽ ചെസ്റ്റ് ഉണ്ട്. ചെസ്റ്റിൽ നമുക്ക് ആവശ്യത്തിലുള്ള ഫുഡും ഓരോ ഗോൾഡ് ഇങ്കട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഗോൾഡിൻ്റെ ഒരു പൊട്ടുകളാണ്, ചെറിയ ചെറിയ. അത് നമ്മൾ 9 എണ്ണം വെച്ചാലാണ് ഒരു ഗോൾഡ് ആവുക. ഇത് ഇങ്ങനെ കിട്ടണമെങ്കിൽ നല്ല നമ്മൾ അടിയിൽ പോയിട്ട് കുഴിച്ചാൽ കിട്ടും. അതൊക്കെ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഒക്കെ ചെയ്തേക്കാണ്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇയാൾ കണ്ടോ, ഇയാൾക്ക് വേറെ ജോലിയാണ്. ക്ലേ വിറ്റിട്ട് കണ്ടോ, ക്ലേ കൊടുത്താൽ മതി. ക്ലേ എങ്ങനെ കിട്ടുകയെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. വളരെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ആൾ ടിക്കുക. നിങ്ങൾ കമൻറ്റിൽ പറയുക ഓരോ മിസ്റ്റേക്കുകളും. അപ്പോൾ ഞാൻ ശരിയാക്കുന്നതാണ്. ബൈ.